Welcome back to mathematics class. Students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് written one after the other according to specific rules. ഒരു പ്രത്യേക നിയമത്തിനനുസൃതമായിട്ട് ഒന്നിനു പുറകെ ഒന്നായി എഴുതുന്ന നമ്പറുകളെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വെറൈറ്റി സീക്വൻസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ എഴുതി കാണിച്ചു, സന്തോഷമുണ്ട്. ഇനി ഈ സീക്വൻസുകൾ നമുക്ക് ബോർഡിൽ തന്നിരിക്കുന്ന കുറച്ച് സീക്വൻസുകൾ ഒന്ന് പരിചയപ്പെടാം. 3, 6, 9, 12. ഇതെന്താണ് റൂൾ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. നോക്കിക്കോളൂ. 3, അതിൽ നിന്ന് 6, 6ൽ നിന്ന് 9, 9ൽ നിന്ന് 12 എക്സെട്ര. ഇവിടുത്തെ റൂൾ എന്താണ്? ശരിക്കും ആ പ്രീവിയസ് ടൈമിന്റെ ഒപ്പം 3 ആഡ് ചെയ്ത് പോകുന്നതാണ് ഇവിടുത്തെ റൂള്. ഇനി എന്നോട് ചിലവർ ചോദിക്കുകയുണ്ടായി, സാർ സീക്വൻസിൽ നെഗറ്റീവ് നമ്പേഴ്സ് വരും? നെഗറ്റീവ് നമ്പേഴ്സ് വരാം. എല്ലാ തരത്തിലുള്ള നമ്പേഴ്സുകളും സീക്വൻസിൽ സാധ്യമാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. -10, -5, 0, 5, 10. ഇതിന്റെ റൂൾ എന്തായിരുന്നു നോക്കി നോക്കൂ. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്? -10, -5, 0, 5, 10 എന്ന് പറയുന്നത് -10ന്റെ ഒപ്പം 5 ആഡ് ചെയ്യുമ്പോഴാണ് -5 കിട്ടുന്നത്. -5ന്റെ കൂടെ 5 ആഡ് ചെയ്തപ്പോഴാണ് 0 കിട്ടുന്നത്. 5, 10 എക്സെട്ര ലൈക്ക് ദാറ്റ്. അപ്പൊ ഇത് ഒരു സീക്വൻസ് ആണ്. ഇനി ഇവിടുത്തെ നോക്കിക്കോളൂ. 1, 3/2, 2, 5/2, 3 എക്സെട്ര. ഈ സീക്വൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത മനസ്സിലായോ? ഈ സീക്വൻസിന്റെ പ്രത്യേകത മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒരു പ്രത്യേക രീതിയിലൂടെ എഴുതി കാണിക്കാം. നോക്കൂ. 1 എന്ന് പറയുന്നത് നമുക്ക് 2/2 1 എഴുതാം. പിന്നെ 3/2 എഴുതാം. 3/2. പിന്നെ ഈ 2ന് നമ്മൾ എങ്ങനെ എഴുതാം? നോക്കി ആലോചിച്ച് നോക്കൂ. 4/2. ഇവിടെ 5/2. ഇത് 3 എങ്ങനെ എഴുതാം? 6/2. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, കണ്ടോ? അപ്പൊ ഈ 1, 3/2, 2, 5/2, 3 എന്നുള്ളതിന് നമ്മള് 2/2, 3/2, 4/2, 5/2, 6/2, because 2/2 1, correct. 4/2 2, 6/2 3, like that. So this also forms a sequence. There is a special rule. ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. √2, 2 plus √2, 4 plus √2, 6 plus √2 എക്സെട്ര. ഈ റൂട്ടൊക്കെ വരാം. സീക്വൻസിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരാം. ഒരു റൂൾ ഉണ്ടായാൽ മതി എന്ന് മാത്രം. നോക്കൂ. √2 അതിന്റെ ഒപ്പം 2 plus √2, അപ്പൊ 2 ആഡ് ചെയ്തു. വീണ്ടും ഇതിന്റെ ഒപ്പം 2 ആഡ് ചെയ്തു, അപ്പോൾ 4 plus √2. വീണ്ടും ഇതിന്റെ ഒപ്പം 2 ആഡ് ചെയ്തു, അപ്പോഴാണ് 6 plus √2. സോ ദിസ് ഓൾസോ ഫോം എ സീക്വൻസ്. നെക്സ്റ്റ് വൺ ഇവിടെ നോക്കൂ. 1, 4, 9, 16 എക്സെട്ര. ഇവിടുത്തെ റൂൾ എന്തായിരുന്നു? നമുക്കറിയാം, പഠിച്ചതാണത്. 1 സ്ക്വയർ. ഇതേ റൂളിനെ ഇവിടെ അടിയിൽ ചെറുതാക്കി ചെയ്തിട്ടുണ്ട്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. ദാറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയർ ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് ആണിത്. സ്ക്വയർ ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നമ്മൾ വന്നത് കണ്ടു. അപ്പോ സീക്വൻസ് എന്താണെന്ന് പഠിച്ചു. സീക്വൻസുകൾ പല രീതികളിൽ വരാമെന്ന് പഠിച്ചു. നെഗറ്റീവ് നമ്പേഴ്സ് വരാം, റൂട്ട് വരാം, ഡെസിമൽസ് വരാം. ഇതെല്ലാം നമുക്ക് എന്തിനു വരാൻ സാധിക്കും? ഈ സീക്വൻസിൽ വരാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്ത് കറക്റ്റ് ചെയ്ത ആൻസർ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എനിക്കിവിടെ ഇതിൽ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ഇതിലെ ലാസ്റ്റ് ഒരു കാര്യം കൂടി ഇതിലെ ആഡ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത്, ഇതിലെ ഈ സീക്വൻസുകളിലെ വാട്ട് ഈസ് എ ടേം, അതാണ് നമ്മൾ പുതിയതായിട്ട് പറയും. വാട്ട് ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്? യെസ്, നമുക്ക് അടുത്തതായിട്ട് വാട്ട് ഈസ് എ ടേം ഓഫ് എ സീക്വൻസ് എന്നാണ് കണ്ടിരിക്കുക. ടേം ഓഫ് എ സീക്വൻസ്. ഒരു സീക്വൻസിലെ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേം നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ 3, 6, 9, 12 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണ്. അതിലെ 3 എന്ന് പറയുന്ന ഒരു ടേം ആണ്, 6 എന്ന് പറയുന്ന ഒരു ടേം ആണ്, 9 എന്ന് പറയുന്ന ഒരു ടേം ആണ്, 12 എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഇവിടുത്തെ -10 എന്ന് പറയുന്ന ഒരു ടേം ആണ്, -5 ഒരു ടേം ആണ്, 0 ഒരു ടേം ആണ്, 5 ഒരു ടേം ആണ്, 10 ഒരു ടേം ആണ്. ഇതില്
1 ഒരു ടേം ആണ്, 3/2 like that. So what is the term of a sequence? Numbers forming a sequence are called its terms. ഒരു സീക്വൻസിന്റെ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പേഴ്സ് ഫോമിംഗ് എ സീക്വൻസ് ആർ കോൾഡ് ഇറ്റ്സ് ടേംസ്. അതായത് ഒരു സീക്വൻസ് ഫോം ചെയ്യാനായിട്ട് ആവശ്യമുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടേംസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ലൈക്ക് ദാറ്റ്. സോ ദിസ് ഈസ് ഫസ്റ്റ് ടേം, ദിസ് ഈസ് സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ടേംസുകളെ മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫോർ എക്സാമ്പിൾ, ഇതിലെ ഫോർത്ത് ടേം ഏതാണ്? 5/2. ഇതിലത്തെ ഫോർത്ത് ടേം 5/2 ആണ്. ഇതിലത്തെ സെക്കൻഡ് ടേം എന്താണ്? -5 ആണ്. ഇതാണ് ടേം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ ടു ഡിനോട്ട് ടേംസ് ഓഫ് എ സീക്വൻസ്. ഒരു സീക്വൻസിലെ ടേമുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെ? നമുക്ക് ഈ പാഠഭാഗത്തിൽ മുഴുവൻ ആ ടേംസുകൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഫോമിംഗ് എ സീക്വൻസ് ആർ കോൾഡ് ഇറ്റ്സ് ടേംസ് എന്ന് പറഞ്ഞു. നമ്പേഴ്സ്. അപ്പൊ നോക്കൂ, ഇത് 3 is a term, 6 is a term, 9 is a term, 12 is a term. അതിൽ 3 എന്ന് പറയുന്നത് it is the first term. So normally first term of a sequence, ഏത് സീക്വൻസിന്റെ ആയാലും ഫസ്റ്റ് ടേമുകൾ ഡിനോട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഇത്. ദിസ് ഈസ് ഫസ്റ്റ് ടേം, ദിസ് ഈസ് ഫസ്റ്റ് ടേം. അപ്പൊ സെക്കൻഡ് ടേം എങ്ങനെയായിരിക്കും? സെക്കൻഡ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, തേർഡ് ടേം. അപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ ഇങ്ങനെ പോയി nth ടേം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേം നമുക്ക് പറയാം. nth ടേം, ഓക്കെ. അപ്പോ ഒരു സീക്വൻസ് എന്താണെന്ന് പഠിച്ചു. ആ സീക്വൻസുകളിൽ വരുന്ന ടേംസുകൾ എന്താണെന്ന് പഠിച്ചു. ആ ടേമുകളെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാന്ന് പഠിച്ചു. ഇനി നമ്മളിവിടെ കുറച്ച് സീക്വൻസ് വന്നിട്ടുണ്ട്. ഈ സീക്വൻസുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആ സീക്വൻസ് നോക്കി നോക്കൂ. 3, 6, 9, 12. ഈ സീക്വൻസ് ഫോം ചെയ്യാൻ ആവശ്യമായ റൂൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? 3 ഈ മുമ്പിലത്തെ ടൈമിനോട് കൂടി 3 ആഡ് ചെയ്ത് പോവുക. 6 കിട്ടാൻ 3 + 3 6, 9 കിട്ടാൻ 6 + 3 9, 12 കിട്ടാൻ 9 + 3 12. ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? -10 + 5 ആണ് എന്ത്? -5. -5 + 5 ആണ് എന്ത്? 0. 0 + 5 5, 5 + 5 10. ഇങ്ങനെ പോകുന്നു. ഇവിടെ നോക്കാം നമുക്ക്. 2/2, 3/2, 4/2, 5/2, 6/2. എങ്ങനെയാണ് 2/2 നിന്ന് 3/2 കിട്ടിയത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 2/2 നിന്ന് 3/2, 2/2 കൂടെ എത്ര ആഡ് ചെയ്താലാണ് 3/2 കിട്ടുക? അതെ, 2/2 plus 1/2 is equal to 3/2. 2/2 plus 1/2 is equal to 3/2. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 3/2 plus 1/2, 4/2. Got it? So how this frequency is formed? By adding 1/2 to the previous terms. So 2/2 plus 1/2 3/2, 3/2 plus 1/2 4/2, 4/2 plus 1/2 5/2. This is the way to form this sequence. So when we consider all these three sequences,
What do you observe? What do you observe? 3 plus 3, 6. 6 plus 3, 9. 9 plus 3, 12. Here, plus 5 is added. Here, 1 by 2 is added. So, is there any common thing here? Is there any common? What is that common thing happened here? That is, we have added a fixed number to get the second here. To get the second number, we add fixed number. Then to get the third term, we add a fixed number. So here the fixed number is adding continuously to the previous terms. Fixed number is adding continuously to the previous terms to get the succeeding terms. So this is the very important property of these three sequences. Now come to the last two sequences that we have written here. Look here. Here 1. I think all of you know what is, how do you get this sequence? That is 1 square 1, 2 square 4, 3 square 9, 4 square 16. So here 1 square, 2 square, this is the way to get this sequence. Is there any fixed numbers adding? No. Here 0, 3, then comes 8, then comes 15. Can you say any fixed number is adding here? Can you say any fixed number is adding to get these sequences? There is a special rule here. That's what it becomes a sequence. But are we adding a fixed number here? Fixed number to get the succeeding number? No. So here a fixed number is added, that is 3 here. Here again a fixed number is added, that is 5 here. Here we are adding a fixed number, that is 1 by 2. But in these two sequences, we can't find such a fixed number here. So this is a sequence, these are sequences, also these are sequences. But in these three sequences, these sequences are formed by adding a fixed number to the previous one to get the succeeding one. Such a sequences are known as arithmetic sequences. Arithmetic sequences. Such a sequences are known as what? Arithmetic sequences. Arithmetic sequences. So here these three sequences are formed by adding a fixed number. To get the first sequences, we have added 3. That's 3 plus 3, 6. 6 plus 3, 9. 9 plus 3, 12. Here also, minus 10 plus 5, minus 5. Minus 5 plus 5, 0. Like that. So, such sequences are known as arithmetic sequences. Arithmetic sequences. So this is the very important property of an arithmetic sequence. We can interpret in another way. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്തെന്നാ പറയണത്. ഈ ഫിക്സഡ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഫിക്സഡ് നമ്പർ കിട്ടിയത്? നോക്കി നോക്കൂ. നമുക്കറിയാം ഇപ്പൊ 3, 6. അതിൽ നിന്ന് 6, 3. ഇവിടെ 3 കൂട്ടി, ഇവിടെ 3 കൂട്ടി. ആ 3 കൂട്ടിയത് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ 6ൽ നിന്ന് 3 കുറച്ച് നോക്കൂ. 6 മൈനസ് 3. 6 മൈനസ് 3. 3 അല്ലേ? 9 മൈനസ് 6. 3 അല്ലേ? 12 മൈനസ് 9. 3 അല്ലേ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഈ ഫിക്സഡ് ക്വാണ്ടിറ്റി കിട്ടിയില്ലേ? ഈ ഫിക്സഡ് ക്വാണ്ടിറ്റി അപ്പൊ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? 6 മൈനസ് 3, 9 മൈനസ് 6, 12 മൈനസ് 9 കിട്ടിയില്ലേ? ഇനി അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ -5 minus 10, that is -5 plus 10, that is 5.
0 minus 5. That is 5. 10 minus 5 is equal to 5. So here also you got the fixed quantity number here, fixed number. So how do you get this fixed number? 6 minus 3, 9 minus 6, 12 minus 9. See, now we have come to the previous topic. We call these are first term, second term, third term, fourth term, like that. So we can say that second term minus first term, third term minus second term, fourth term minus third term. This is a way to get this fixed number. So, we have fixed number second term minus first term. How to denote terms? Second term denote x2 minus x1. First term x1 denote. Third term x3 minus x2. Fourth term x4 minus x3. Second term in first, third term in second, fourth term in third. One sequence in the successive terms the difference will be that constant value. Here the case 6 minus 3, 3, 9 minus 6, 3, 12 minus 9 3. Now, this arithmetic sequence in the definition. We will add a fixed number. But we will sequence. We will interpret an arithmetic sequence in which we get the same number on subtracting from any term the term preceding it. One term is preceding term, term subtract a fixed number. That's same we can call such a sequence is arithmetic sequence. Arithmetic sequence. Arithmetic sequence is the definition of the. So listen here. An arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term immediately preceding it. This term immediately preceding. Same number. An arithmetic sequence is a sequence in which we get the same number. Same number arithmetic sequence same number one term the term subtracting same number. One term subtracting same number that's arithmetic sequence. 6 minus 3, 3, 9 minus 6, 3, 12 minus 9, 3. Now, you sequence two terms. That's preceding terms subtracting preceding terms. If you are getting the same number, very important, same number, this is very important. Same number, then such a sequence is known as an arithmetic sequence. Arithmetic sequence is one of the prime condition. In the two terms,
ഒരു ടേം മറ്റേ മുമ്പിലത്തെ ടേമിൽ നിന്ന് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ സെയിം നമ്പർ കിട്ടുകയാണെങ്കിൽ ആ സീക്വൻസ് കംപ്ലീറ്റ് എന്തായെന്ന് പറയാം, അരിതമെറ്റിക് സീക്വൻസ്. ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, ഒരു സ്ഥലത്ത് വന്നപ്പോൾ അത് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും, അരിതമെറ്റിക് സീക്വൻസ് ആവോ? ഇല്ല. അരിതമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ഒരു സീക്വൻസിലെ ഏത് രണ്ട് ടേമുകൾ എടുത്താട്ട് അതിന്റെ ഡിഫറൻസ് നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ സെയിം നമ്പറെ ത്രൂ ഔട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്താവുക, അരിതമെറ്റിക് സീക്വൻസ് ആവുക. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഫോമിംഗ് ആൻ അരിതമെറ്റിക് സീക്വൻസ്. So consider x1, x2, x3, x4, x5, etc. ഇതൊരു ജനറൽ ആയിട്ട് നമ്മൾ പറയാണ് ഓരോ ടേമുകള്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത് ടേം, എക്സെട്ര. ഇതൊരു ജനറൽ ടേമായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയി ലാസ്റ്റ് ഏതോ ഒരു ടേം ഉണ്ട്, നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ nth ടേം എന്ന് പറയുന്നത് xn. x1, x2, x3, x4, x5, etc. xn. ഇങ്ങനത്തെ if this become an arithmetic sequence by the definition that we have studied, എന്താ പറഞ്ഞത്? An arithmetic sequence is a sequence in which we get the same number on subtracting from any term, the term preceding it. So x2 minus x1, x3 minus x2, x4 minus x3. Clear? Last ഇങ്ങനെ പോയി ലാസ്റ്റ് വരുമ്പോ xn മൈനസ് അതിന് തൊട്ട് മുമ്പ് എന്തായിരിക്കും, xn മൈനസ് 1 ആണ്. ഇങ്ങനെ ഒരു സീക്വൻസില് x2 മൈനസ് x1, x3 മൈനസ് x2, x4 മൈനസ് x3, ലാസ്റ്റ് വന്ന് xn മൈനസ് അതിന് തൊട്ട് മുമ്പ് xn മൈനസ് 1. ഇതെന്താന്ന് പറഞ്ഞത്, ദിസ് ബിക്കം എ സെയിം നമ്പർ. ഇതൊരു സെയിം നമ്പർ ആവണം. ഹിയർ വി ക്യാൻ കോൾ that same number as common difference denoted as D. common difference COMMON DIFFERENC, common difference. So ആ സെയിം നമ്പറിനെ നമ്മൾ അരിതമെറ്റിക് സീക്വൻസിൽ വിളിക്കുന്നതാണ് എന്ത്, കോമൺ ഡിഫറൻസ്, denoted as D. So this becomes D, here D, here D. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഒരു അരിതമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സീക്വൻസിലെ സക്സസീവ് ആയിട്ടുള്ള ടേംസുകളുടെ ഡിഫറൻസ് നമ്മൾ എന്താവും പറഞ്ഞു, ഒരു സെയിം നമ്പർ ആവും പറഞ്ഞു. ആ സെയിം നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് D, that can be denoted as D. So here x2 minus x1, x3 minus x2, x4 minus x3. Similarly, xn minus xn minus 1 is equal to D. So this is a definition for common difference. Pause. So what is a common difference? The constant number got by subtracting from any term just previous term is called common difference of an arithmetic sequence. Arithmetic sequence short ആയിട്ട് AS, difference of an arithmetic sequence. അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്, D എന്ന് പറയുന്നത്. അരിതമെറ്റിക് സീക്വൻസ്, അതാണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ what is a common difference of an arithmetic sequence? The constant number got by subtracting from any term just previous term is called common difference of an arithmetic sequence, denoted as D. Clear? അപ്പോൾ എങ്ങനെയാണ് ഒരു അരിതമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യുന്നത്, അതിനുള്ള റൂൾ എന്താണ്, അത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. ഒരു സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രണ്ട് നമ്പറുകൾ എടുത്താൽ അവരുടെ എല്ലാം ഡിഫറൻസ് സെയിം ആയിട്ട് വരും. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അതിന് ഡിനോട്ട് എന്താണ്, D എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അരിതമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ ക്രൈറ്റീരിയ ആണ് ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഐഡിയ നിങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട
പ്രോബ്ലംസ് നമ്മൾ വഴിയെ അയച്ചു തരുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.